മീൻ കണ്ണുകളെ കൊണ്ട് ഹറാമിലേക്ക് നോക്കാതെ നമുക്ക് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നോമ്പുകാരനാണ്, പക്ഷെ അനാവശ്യമായ വീഡിയോ, വളരെ 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 എന്താ പറയാ, ഇംപ്യൂർ, അശുദ്ധമായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് നോമ്പെടുത്തിട്ടില്ല, നോമ്പ് കൊണ്ട് കാര്യമില്ല. റമളാൻ വരുമ്പോ പല വിവാദങ്ങളും വരും. മനുഷ്യന്മാർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മിണ്ടാണ്ടിരിക്കുക, ഫോർവേഡും ചെയ്യണ്ട, നിങ്ങൾ അതിന്റെ പിന്നാലെ കൂടും വേണ്ട, കമന്റും ചെയ്യാൻ നിൽക്കണ്ട. റമളാനിൽ ആ സമയമൊക്കെ വിലപ്പെട്ട, അത് ഇബ്ലീസ് എന്തെങ്കിലും, ഇവരും കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു, അതിന്റെ 9 കൊല്ലം ഉണ്ടാവും, ഈ കൊല്ലം ഉണ്ടാവും. കുറച്ചാൾക്കാർക്ക് ഇതാണ് പണി. അതെന്ത് ചെയ്യുക, നമ്മൾ കണ്ടറിയാം. എങ്ങനെ? അതിനൊന്നും പോണില്ല, മിണ്ടാണ്ടിരിക്കുക. എടാ ഈ അറിഞ്ഞോ മറ്റേ ഒന്ന് പറയാൻ നിൽക്കണ്ട, ഈ അറിഞ്ഞത് മറന്നേക്ക്, ആരോടും പറയും വേണ്ട, ഫോർവേഡ് ചെയ്യും വേണ്ട. നമ്മുടെ നാവ് നമുക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ നോമ്പ് ശരിയാവില്ല. നമ്മുടെ മനസ്സുകൊണ്ട് നോമ്പെടുക്കണം. എങ്ങനെ? ഖൽബിനുള്ളിൽ കിടക്കുന്ന അസൂയയും പകയും വിദ്വേഷവും പകപോക്കലും ഇതൊക്കെ ഖൽബിന് എടുത്തു മാറ്റിയാലേ നമ്മുടെ നോമ്പ് നോമ്പാകുന്നുള്ളൂ. അതൊക്കെ വെറും പട്ടിണി കിടന്നുകൊണ്ട് നോമ്പാവില്ല. കാതുകൊണ്ടും കൈകൊണ്ടും നമുക്ക് നോമ്പെടുക്കാൻ കഴിയണം. നമ്മൾ അനാവശ്യമായത് കേട്ടുകൊണ്ട് നമ്മൾ നോമ്പെടുത്തൊരു കാര്യമില്ല. റമദാനിൽ അങ്ങനെ പട്ടിണി നടക്കുകയാണ്, പക്ഷേ ഹെഡ്സെറ്റിലൂടെ വെസ്റ്റേൺ മ്യൂസിക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മ്യൂസിക്കുകൾ അതും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ നോമ്പ് നോമ്പാണ്. അപ്പോഴാണ് നമ്മൾ പറയാ അതല്ല നമ്മൾ പറയേണ്ടത്. നോമ്പുറക്കും പറയുന്ന ദിക്ർ എന്താണ്? وابتلت العروق وثبت الأجر إن شاء الله. ذهب الظمأ. ഒരിച്ചു വെള്ളം കുടിക്കുമ്പോൾ പറയണം, റബ്ബേ എന്റെ ദാഹമൊക്കെ മാറി പടച്ചോനെ, അൽഹംദുലില്ലാ. എന്തൊരു ദാഹമായിരുന്നു. ദാഹമൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് തോന്നും കുറെ വേണമെന്ന്. അപ്പോഴാണ് ഒരു പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ ഒരു കോക്ടെയിലും കിടന്നോട്ടെ, പിന്നെ ലൈമ എല്ലാവർക്കും ഇഷ്ടം, പിന്നെ ചായ, ചിലർക്ക് കാപ്പിയായിരിക്കും, ഒരു സുലൈമാന്, ഇതൊക്കെ ടേബിളിൽ വെച്ച് തരത്താ. പിന്നെ നമ്മുടെ ചില ജില്ലക്കാരെ കാര്യം പറയുകയാണെങ്കിൽ ചെലവ് കൂടെ തന്നെയാണ്. അപ്പൊ എല്ലായിടത്തും എത്തിക്കണപ്പോ നമ്മള് കണ്ണൂർക്കാരെ കുറ്റം പറയല്ല, ഒരു നല്ല സൽക്കാരപ്രിയരായ നല്ല മനുഷ്യന്മാരാണ്. പക്ഷെ എന്ത് ചെയ്യാണ്, അത് കോപ്പി അടിച്ചിട്ട് ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആവുകയാണ്. അതൊക്കെ ദഹിക്കും വേണ്ടേ? അപ്പൊ പെണ്ണുങ്ങളെ ഇടങ്ങേറായിട്ട് റമദാനിൽ തന്നെ ആയിട്ട് ഒരു ഒഴിവ് കൊടുക്കണം ദയവ് ചെയ്തിട്ട്. ഒരു നോമ്പ് തുറ കഴിഞ്ഞിട്ട് ഇത് തീർന്നു വിചാരിക്കുക. അപ്പോഴാണ് പിന്നെ പത്തിരിയും പത്തലും കറിയൊക്കെ പിന്നാലെ വരാൻ പോണത്. റഹ്മാനായ റബ്ബി ആദ്യം തന്നെ ധാരാളമായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു മുത്താണ്ട്, പിന്നൊരു കഞ്ഞിണ്ടോല്ലോ, എന്തൊരു മഞ്ഞളൊക്കെ ഇട്ടിട്ടില്ലേ. എന്തിന്? ആ ക്ഷീണല്ലേ, ഉച്ചക്ക് ചോറയിക്കാത്തതാ വിഷയം. അതിന് പകരാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രക്കൊന്നും വേണ്ട, പെണ്ണുങ്ങളൊക്കെ ഒന്ന് വിഭാഗത്തെടുത്തോട്ടെ. ഈ റമദാൻ അങ്ങനെ ആയിക്കോട്ടെ, നമുക്കൊരു മാറ്റം വരുത്തുക. കുക്കറി ഷോ ഒക്കെ റമദാനിൽ വരാൻ പോവുക. റമദാൻ സ്പെഷ്യൽ ഫുഡ്. റമദാൻ ഫുഡ് ഒഴിവാക്കണം പറഞ്ഞ മാസമാണ്. അപ്പൊ സ്പെഷ്യൽ ഫുഡ് ഉണ്ടായിക്കോളിയത്. അപ്പൊ നേരെ ഓപ്പോസിറ്റിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ തിരിച്ചറിയാം. അങ്ങനെയൊക്കെ ആകുമ്പോഴേ നമ്മൾ അതിന്റെ മീനിങ് കിട്ടുള്ളൂ. റമദാന്റെ മീനിങ് കിട്ടുക, അതിന്റെ അർത്ഥം കിട്ടണമെങ്കിൽ അത് വേണം. അപ്പൊ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ പറയാണ്, ദാഹം മാറി പടച്ചവനെ, എന്റെ ഞരമ്പുകളൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഞരമ്പെന്നാകെ നനയൂല. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ശുക്രാണത്. റബ്ബേ ഞരമ്പ് നനഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഞരമ്പെന്നാകെ നനയുന്നുണ്ടോ? ഇല്ല. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വിലയാണത്. ഒരു ഗ്ലാസ് വെള്ളം അള്ളാഹു തന്ന പാനീയത്തിന്റെ വിലയാണ്, അതിന്റെ നിഅമത്തിന്റെ ശുക്രാണത്. വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ നോമ്പിന് അള്ളാഹു കൂലി തരും, അത് ഉറപ്പാണല്ലോ. ഇത് വാങ്ങിക്കൊടുക്കുന്ന നേരത്തെ നമ്മൾ നോമ്പ് തുറന്നിട്ട് പറയാൻ, പകല് മുഴുവൻ സിനിമയും സീരിയലും കണ്ടിരുന്നിട്ട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇന്ന് കണ്ട സിനിമക്കും സീരിയലിനൊക്കെ കൂലി കിട്ടൂല, ശിക്ഷയായിരിക്കും. അപ്പൊ നമ്മൾ ആ വാക്ക് പറയണതിന് നമ്മുടെ കർമ്മം അതിന് സാക്ഷിയാവണം. ഈ ഹദീസിന്റെ ഈ ദുആന്റെ അർത്ഥം വലിയ അത്ഭുതമാണ്. അല്ലാഹു കൂലി തരുന്നു എന്ന് ഉറപ്പാണ്. ഇൻഷാ സബതൽ അജ്റു, the reward has been confirmed. അല്ലാഹു കൂലി തരുക എന്നുള്ള വിഷയം ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് കൂലി കിട്ടും. അങ്ങനെ കൂലി കിട്ടുമെന്ന് ധൈര്യമായി പറയണമെങ്കിൽ എന്ത് ചെയ്യണം? നോമ്പ് തുറക്കണവരെയുള്ള നമ്മുടെ കർമ്മങ്ങളൊന്നിങ്ങനെ നോക്കണം. അപ്പോഴേ നമുക്ക് ഈ വാക്ക് പറയാൻ ശരിക്കും ധൈര്യം വരുള്ളൂ. അപ്പോഴാ വാക്കിന് അർത്ഥവുമുള്ളൂ. അള്ളാഹു നമ്മുടെ നോമ്പ് നോമ്പാക്കി തരട്ടെ.